Hi all, welcome to Score Academy. കേരള PSC ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് 29-ാം തീയതിയാണ്. ഇനി നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നത് 45 ദിവസങ്ങളാണ്. ഈ 45 ദിവസങ്ങൾ എങ്ങനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാം, ഇനിയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് രീതിയിൽ ഓർഗനൈസ് ചെയ്യണം, സബ്ജക്റ്റുകളെ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാം, ഏതൊക്കെ ഏരിയയിലാണ് കൂടുതലായി ഫോക്കസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു ഗൈഡൻസ് നൽകാനാണ് ഈ വീഡിയോ. ഹൗ ടു അപ്രോച്ച് ദ എക്സാം. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് ഇൻ ദിസ് ഇയർ ഈസ് 12,055. അതിൽ തന്നെ കൺഫർമേഷൻ നൽകിയിരിക്കുന്നത് 9,038 പേരാണ്. പ്രീവിയസ് ഇയറിൽ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 20,500-ലധികം ആൾക്കാർ എഴുതിയ എക്സാമിനാണ് ഇത്തവണ 9,038 പേര് കൺഫർമേഷൻ നൽകിയിരിക്കുന്നത്. അതായത് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അതിൻ്റെ പകുതിയിൽ താഴെ ആൾക്കാർ മാത്രമാണ് ഇത്തവണ ഈ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ ലെവൽ നന്നേ കുറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള 45 ഡേയ്സിൻ്റെ എഫക്റ്റീവ് യൂട്ടിലൈസേഷനിലൂടെ തന്നെ നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഇതിന്റെ സിലബസ് വളരെ മുന്നേ തന്നെ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നോൺ ഇലക്ട്രോണിക്സ് സബ്ജക്റ്റുകളെ ഇത്തവണ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ബേസിക് സിവിൽ, ബേസിക് മെക്കാനിക്കൽ, ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് മാത്സ് സബ്ജക്റ്റ് പൂർണ്ണമായും ഒഴിവാക്കി കോർ ഇലക്ട്രോണിക്സ് സബ്ജക്റ്റിനാണ് മുഴുവൻ വെയിറ്റേജും നൽകിയിരിക്കുന്നത്. സിലബസ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ടോട്ടൽ 6 മൊഡ്യൂൾസ് ഉണ്ട്. അതിൽ 3 മൊഡ്യൂളുകളുടെ വെയിറ്റേജ് 20 മാർക്കും, ഒരു മൊഡ്യൂളിന്റെ വെയിറ്റേജ് 18 മാർക്കും, മറ്റൊരു മൊഡ്യൂളിന്റെ വെയിറ്റേജ് 12 മാർക്കും, അവസാനത്തെ മൊഡ്യൂളിന്റെ വെയിറ്റേജ് 10 മാർക്കുമാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ വെയിറ്റേജ് കൂടിയത് കൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇത്തവണ ഇലക്ട്രോണിക്സ് പോർഷൻസിൽ നിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി തിയററ്റിക്കൽ, കോൺസെപ്ച്വൽ, ന്യൂമറിക്കൽ, ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഇത്തവണ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സിലബസിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 45 ഡേയ്സിൽ ആണ് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻ തുടങ്ങിയവരാണെങ്കിൽ ഇനി നമ്മൾ പ്രിപ്പറേഷൻ മാത്രം പോരാ, അതിനോടൊപ്പം പാരലൽ റിവിഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ള പോർഷൻസ് പഠിക്കുക, ഒപ്പം നേരത്തെ പഠിച്ച പോർഷൻസിന്റെ പാരലൽ റിവിഷൻ കൂടി പ്ലാൻ ചെയ്യുക. അതല്ല നിങ്ങൾ പ്രിപ്പറേഷന്റെ ബിഗിനിങ് സ്റ്റേജിലാണെങ്കിൽ തന്നെ ഇനിയുള്ള 45 ഡേയ്സ് ഒരു വ്യക്തമായ സ്ട്രാറ്റജിയിൽ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ ഈസിയായി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നമ്മൾ സബ്ജക്റ്റുകളെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചില ക്രൈറ്റീരിയന്റെ ബേസിൽ സബ്ജക്റ്റുകളെ ഈ രീതിയിൽ, ഈ മൊഡ്യൂൾസിനെ നമ്മൾ ഈ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ പ്രോസസേഴ്സ്, മൈക്രോ കൺട്രോളേഴ്സ് ആണ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ട സബ്ജക്ട്. അതിനുശേഷം ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, ദെൻ ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, പവർ ഇലക്ട്രോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, PLC ആൻഡ് മെഷറിംഗ് എക്യുപ്മെന്റ്, ദെൻ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രയോറിറ്റൈസേഷൻ നമ്മൾ ഫോളോ ചെയ്തേക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓഫ് കോഴ്സ് വെയിറ്റേജ് ഒരു ക്രൈറ്റീരിയൻ ആണ്. വെയിറ്റേജ് മാത്രമല്ല നമ്മൾ ഇവിടെ ക്രൈറ്റീരിയൻ ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നത്, മറ്റു പല ഘടകങ്ങളും ഇവിടെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് നമ്മൾ സബ്ജക്റ്റുകളെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ നിർദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ ആണ്. നിങ്ങൾ ഓൾറെഡി ഈ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പാരലലായിട്ട് മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കുന്നതിനോടൊപ്പം ഇതിന്റെ റിവിഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ എന്താണ് ഈ സബ്ജക്റ്റിനെ ആദ്യമായി തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം? ഇതിന്റെ വെയിറ്റേജ് 20 മാർക്കാണ്. അപ്പോൾ സാമാന്യം നല്ല വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. ദെൻ ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഇത് റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ പ്രിപ്പറേഷന്റെ ബിഗിനിങ് സ്റ്റേജ് ആണെങ്കിൽ പഠിക്കാൻ എളുപ്പമാണ്, ഒപ്പം മറ്റ് സബ്ജക്റ്റുകൾ ഒന്നും പ്രീറിക്വസിറ്റ് ആയിട്ട് ആവശ്യമില്ലാതെ തന്നെ പഠിക്കാൻ കഴിയുന്ന, അതായത് ഫ്രം ദ സ്ക്രാച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് പഠിക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ്. ദെൻ മാക്സിമം മാർക്സ് നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് സ്കോർ ചെയ്യാൻ കഴിയുന്ന കാര്യം ഉറപ്പാണ്. കാരണം ഒരുപാട് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ സാധ്യതയില്ലാത്ത സബ്ജക്റ്റാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്
ഇതിൽ നിന്ന് ചോദിക്കുന്നത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. കൂടുതലായും ചോദിക്കുന്നത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസും ആയിരിക്കും. ഈ ന്യൂമറിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ, അതായത് നമുക്ക് PSCക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള പരമാവധി സമയം എത്രയാണ്? 54 സെക്കൻഡേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കിട്ടുള്ളൂ. ഈ 54 സെക്കൻഡ് കൊണ്ട് ഇതിലെ ന്യൂമറിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റഡ് ടൈമിനുള്ളിൽ എഫിഷ്യൻ്റ് ആയിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാനുള്ള കഴിവാണ്. അത് നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ലിമിറ്റഡ് ടൈമിൽ ഇതിലെ സൊല്യൂഷൻസിലേക്ക് എത്തണമെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം. അപ്പോൾ മറ്റ് സബ്ജക്റ്റുകളെ പോലെ ഒരുപാട് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്തൊന്നും എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. വരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ കൂടുതലും ന്യൂമറിക്കലും അനലിറ്റിക്കലും ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ലോജിക്കൽ സർക്യൂട്ട്സ് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിരിക്കാം ചിലപ്പോൾ ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊക്കെ എഴുതി നോക്കാനൊക്കെ കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ വൺസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ കഴിയുമെന്നും പൂർണ്ണമായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു സബ്ജക്റ്റുമാണ്. അതുപോലെ റിവൈസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള സബ്ജക്റ്റാണ്. ഒരിക്കൽ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൈമിലേക്ക് നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കാൻ സാധ്യതയുള്ള കോൺസെപ്റ്റ്സുമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഒക്കെ പ്രത്യേകത ഉള്ള സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫസ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി നല്ല രീതിയിൽ പഠിച്ചവരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇനിയുള്ള 45 ഡേയ്സിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ബിഗിനിങ് സ്റ്റേജിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിവിഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ ഇനിയുള്ള സമയം നിങ്ങൾ ഒരിക്കലും ഇതിലെ ഡിസൈൻസിനോ അല്ലെങ്കിൽ കൺവേർഷൻസിനോ ഒന്നും വേണ്ടി സമയം ചെലവഴിക്കരുത്. കാരണം ഇപ്പോൾ ഒരു കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ ഒരിക്കലും നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല. അതുപോലെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് വേറൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കുള്ള കൺവേർഷൻ ചോദിക്കാൻ സാധ്യതയില്ല. അതിൻ്റെ സ്റ്റേറ്റ് ടേബിൾസ് ഒക്കെ എഴുതിയുള്ള ആ ലെങ്തി പ്രൊസീജിയറിലേക്കൊന്നും ഇനിയുള്ള സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ തന്നെ അത് നമ്മൾ സ്കിപ്പ് ചെയ്യുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവുക എന്നതാണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി. നിങ്ങൾ ഓൾറെഡി വെൽ പ്രിപ്പയർഡ് ആണെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ പറയുന്നത് 1-2 ക്വസ്റ്റ്യന് വേണ്ടി ഒരുപാട് സമയം ഇനി സ്പെൻഡ് ചെയ്യരുത്. ഇനി 45 ഡേയ്സ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം പോർഷൻസ് കവർ ചെയ്യാനുള്ള സമയമാണ്. അത് റിവിഷൻ ആയാലും അങ്ങനെ തന്നെ. റിവിഷൻ ആണെങ്കിൽ തന്നെയും നിങ്ങൾ ഇനി ഇത് ഇൻഡെപ്ത് ഉള്ള റിവിഷനിലേക്ക് പോകരുത്. വളരെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയെ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ഇന്ന് സബ്ജക്റ്റീവ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അധികം സമയം ഡിസൈൻസിന് വേണ്ടിയിട്ടും അതുപോലെ കൺവേർഷൻസിന് വേണ്ടിയിട്ടും ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കൂടുതൽ സമയവും പ്രാക്ടീസിനായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ടെസ്റ്റ് സീരീസിൽ വളരെയധികം നല്ല ക്വസ്റ്റ്യൻസ്, ടോപ്പിക് ടെസ്റ്റുകൾ, സബ്ജക്ട് ടെസ്റ്റുകൾ ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ സബ്ജക്ട് ടെസ്റ്റുകളും ടോപ്പിക് ടെസ്റ്റുകളും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ കഴിയും. ലിമിറ്റഡ് ടൈമിനുള്ളിൽ അത് ആൻസർ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾക്കാവും. നിങ്ങൾക്ക് എക്സാമിന് 20 മാർക്കും സ്കോർ ചെയ്യാനും കഴിയും. ഇതിൻ്റെ സിലബസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത് ഇതിലെ മെമ്മറി എന്ന പോർഷനിൽ നിന്നും ഒപ്പം ഇതിനോട് തന്നെ ചേർത്ത് കൊടുത്തേക്കുന്ന മൈക്രോ പ്രൊസസർ, മൈക്രോ കൺട്രോളർ പോർഷൻസിൽ നിന്നുമാണ്. ഒപ്പം ലോജിക് ഫാമിലീസിൽ നിന്നും നമുക്ക് വളരെ ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്ന, ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഫാമിലി ഏതാണ്, അല്ലെങ്കിൽ മിനിമം പവർ കൺസംഷൻ ഉള്ള ഫാമിലി ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ബാക്കി നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സിലും സീക്വൻഷ്യൽ സർക്യൂട്ട്സിൽ നിന്നും എല്ലാം കൂടുതലായും അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യത. ഇവൻ നമ്പർ സിസ്റ്റത്തിൽ നിന്നും ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായും എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങേണ്ട അല്ലെങ്കിൽ റിവൈസ് ചെയ്ത് തുടങ്ങേണ്ട സബ്ജക്റ്റാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അടുത്തതായിട്ട് നിങ്ങൾ പോകേണ്ടത് ഇലക്ട്രോണിക് സർക്യൂട്ട്സിലേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ അടുത്തതായി സെലക്ട് ചെയ്യാൻ കാരണം ഇതിനും 20 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസൈസ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ഒരു ബ്രീഫ് ആയിട്ടുള്ള ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിലേറ്റീവ്ലി ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനെ അപേക്ഷിച്ച കുറച്ചുകൂടി ടഫായിട്ടുള്ള സബ്ജക്റ്റാണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. ഇതിലെ കോൺസെപ്റ്റ്സ് ഒക്കെ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തിയററ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഈക്വൽ വെയിറ്റേജിൽ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ പോലെ എല്ലാം അനലിറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും അതുപോലെ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസും ഒക്കെ
എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒക്കെ അറിയാമെങ്കിൽ ഡയറക്റ്റ് എഴുതാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവും, ഒപ്പം കുറച്ച് ന്യൂമറിക്കൽസും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇനിയുള്ള സമയം നിങ്ങൾ കൂടുതലായും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇതിലെ ബേസിക് കോൺസെപ്റ്റ്സിലേക്കും ഫൈനൽ ഫോർമുലാസിലേക്കുമാണ്. അപ്പൊ ഇനി നമുക്ക് 45 ഡേയ്സേ ഉള്ളൂ. ആ സമയത്ത് പ്രിപ്പറേഷനിലായിക്കോട്ടെ റിവിഷനിലായിക്കോട്ടെ, യു ഡു നോട്ട് ട്രൈ ടു ഇൻവെസ്റ്റ് ടൈം ഓൺ ഡെറിവേഷൻ ആൻഡ് അനാലിസിസ്. ഈ ഫൈനൽ ലാപ്പിലല്ല നമ്മൾ ഡെറിവേഷൻസിലേക്കും ഇൻഡെപ്ത് സ്റ്റഡിയിലേക്കും അനാലിസിസിലേക്കും ഒന്നും പോകേണ്ടത്. അതായത് ഇപ്പോൾ ഒരു ഓസിലേറ്റർ, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ ഫീഡ്ബാക്ക് ഫാക്ടറിന്റെ ഡെറിവേഷൻ ഇനി നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട. ഫീഡ്ബാക്ക് ഫാക്ടർ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക മാത്രം, ആ ഫൈനൽ ഇക്വേഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു സ്മോൾ സിഗ്നൽ സർക്യൂട്ട്സിന്റെ അനാലിസിസ് ഇനി നിങ്ങൾ നോക്കണ്ട. കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലുള്ള സ്മോൾ സിഗ്നൽ ഇക്വലന്റ് സർക്യൂട്ടിന്റെ അനാലിസിസ് ഒക്കെ കഴിഞ്ഞ് ഫൈനൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണെന്ന് മാത്രം നോക്കുക. അപ്പോൾ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്കോ ഡെറിവേഷൻസിലേക്കോ ഇനി പോകണ്ട. ഫൈനൽ ഫോർമുലാസിലേക്കും ബേസിക് കോൺസെപ്റ്റിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ലെവൽ 1 ആൻഡ് ലെവൽ 2 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. നമ്മുടെ ടെസ്റ്റ് സീരീസിൽ നമ്മൾ ലെവൽ 1 ക്വസ്റ്റ്യൻസും ലെവൽ 2 ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എവിടെയാണ് നിങ്ങൾ ലാഗ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക. ആ ഭാഗം മാത്രം സെലക്റ്റീവ് സ്റ്റഡി നടത്തുക. വീണ്ടും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഈ സബ്ജക്റ്റ് എടുത്തു വെച്ച് ഇനി ഒരു ഇൻഡെപ്ത് സ്റ്റഡിയിലേക്ക് പോകാനുള്ള സമയം നമുക്കില്ല. റിവിഷൻ ആയാലും നിങ്ങൾ ആ രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്യുക. ഡെറിവേഷൻസിലേക്കോ അനാലിസിസിലേക്കോ ഒന്നും ഇനി പോകണ്ട. ഇതാണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സിന്റെ സബ്ജക്റ്റ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് അനാലിസിസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. സ്മോൾ സിഗ്നൽ ഇക്വലന്റ് അനാലിസിസ്, അതുപോലെ ഡെറിവേഷൻസ് ഒക്കെ പലതും നൽകിയിട്ടുണ്ട്. അതൊക്കെ ഇനി മാറ്റി വെച്ചേക്കുക. ഇനി നമ്മൾ അതിന്റെ ഫൈനൽ ഇക്വേഷൻസിലേക്കും ബേസിക് കോൺസെപ്റ്റിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ മാക്സിമം ടെസ്റ്റ് സീരീസിൽ നൽകിയിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യുക. വളരെയധികം ടോപ്പിക് ടെസ്റ്റും സബ്ജക്ട് ടെസ്റ്റും നൽകിയിരിക്കുന്ന ഒരു പോർഷനിലൂടെയാണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. ലീനിയർ ഇന്റഗ്രേറ്റഡ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, ഇതിന്റെ കാര്യവും ഇലക്ട്രോണിക് സർക്യൂട്ട്സ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഡിജിറ്റൽ പോലെയല്ല, കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള പോർഷനാണ്. ഇലക്ട്രോണിക് സർക്യൂട്ട്സിനെ അപേക്ഷിച്ച് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി വേഗത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അവിടെ നമ്മൾ കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഒപ്പം കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സിലും ഫൈനൽ ഫോർമുലേസിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഡെറിവേഷൻസിലേക്കോ അനാലിസിസിലേക്കോ ഒന്നും ഇനി പോകേണ്ട കാര്യമില്ല. മാക്സിമം ടെസ്റ്റ് സീരീസിൽ നൽകിയിരിക്കുന്ന ലെവൽ 1 ലെവൽ 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും കോൺസെപ്റ്റിൽ ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് മാത്രം ഒന്ന് റെഫർ ചെയ്യുക. ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഓർഗനൈസ് ചെയ്യുക. അല്ലാതെ ഇനി നമ്മൾ ഫസ്റ്റ് മുതൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ മുതൽ ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കാനുള്ള സമയം നമുക്കില്ല. നമ്മൾ ഈ എക്സാമിനെ എഫിഷ്യൻ്റ് ആയിട്ട് ടാക്കിൾ ചെയ്യാനാണ് ഇനി 45 ഡേയ്സ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സബ്ജക്റ്റിനോട് അത്ര താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഇൻഡെപ്ത് സ്റ്റഡിയിലേക്ക് പോകാം. ഇതാണ് അതിൻ്റെ സിലബസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറെ അധികം കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ നിന്നും നമ്മൾ ഒപ്പാമ്പിലേക്ക് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളിലേക്കൊന്നും, അതിൻ്റെ ഡീറ്റെയിൽഡ് ഡെറിവേഷൻസിലേക്കൊന്നും ഇനി പോകണ്ട. ജസ്റ്റ് ഫൈനൽ ഫോർമുലാസിലും ബേസിക് കോൺസെപ്റ്റ്സിലും അതുപോലെ ടെസ്റ്റ് സീരീസിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യനിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ ടെസ്റ്റ് സീരീസ് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് എറർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് എവിടെയാണ് നിങ്ങൾ ലാഗ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ആ കോൺസെപ്റ്റ് മാത്രം സെലക്റ്റീവ് സ്റ്റഡി നടത്തി തിരിച്ചു വരിക. ആ രീതിയിലായിരിക്കണം ഇനി പ്രിപ്പറേഷൻ ഓർഗനൈസ് ചെയ്യുന്നത്. അടുത്ത മൊഡ്യൂള് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇതിന്റെ വെയിറ്റേജ് 18 മാർക്കാണ്. അപ്പോൾ ഇതിന് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനാണെങ്കിൽ നമുക്ക് ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കോർ കമ്മ്യൂണിക്കേഷൻ ടോപ്പിക്കും ഉണ്ട്, അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടോപ്പിക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കോർ കമ്മ്യൂണിക്കേഷൻ ടോപ്പിക്സിലാണ്. അപ്പോൾ നിങ്ങൾ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളും അതുപോലെ സിമിലർ എക്സാംസിന്റെ ചോദ്യങ്ങളും പരിശോധിച്ചാൽ കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് കോർ കമ്മ്യൂണിക്കേഷൻ പോർഷൻസിൽ നിന്നാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ കോർ കമ്മ്യൂണിക്കേഷൻ പോർഷൻസിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ ഒരു ബ്രീഫ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ തരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തിയററ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അപ്പോൾ
ഇത് നമ്മൾ ടെസ്റ്റ് സീരീസ് വെച്ചിട്ട് കോർ കമ്മ്യൂണിക്കേഷൻ പോർഷൻസ് നന്നായിട്ട് പഠിക്കുക. അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ പോർഷനിൽ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ മേജർലി ചെയ്യേണ്ടത് ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക, ഫൈനൽ എക്സ്പ്രഷനിലേക്ക് പോവുക. ഡെറിവേഷൻസ് ഒന്നും ഇനിയുള്ള സമയം നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇതിലെ കമ്മ്യൂണിക്കേഷൻ ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോർ കമ്മ്യൂണിക്കേഷൻ ടോപ്പിക്കുകളായിട്ട് വരുന്നത് നമ്മുടെ സിഗ്നൽസിന്റെ കുറച്ച് പോർഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. ദെൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, നമ്മുടെ അനലോഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പോർഷൻസ് വരുന്നുണ്ട്. അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ പോർഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ടെലിവിഷൻ, അതുപോലെ റഡാർ, മൈക്രോവേവ് ഡിവൈസസ്, ബേസിക്സ് ഓഫ് GPS തുടങ്ങിയ കാര്യങ്ങളൊക്കെ, GSM, ഇതെല്ലാം അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ പോർഷനിൽ വരികയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ മിനിമം ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അത് പഠിക്കേണ്ട എന്നല്ല പറഞ്ഞത്, അവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ചേ വരാൻ സാധ്യതയുള്ളൂ. സോ മിനിമം ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. ഫൈനൽ ഫോർമുലാസിലും ബേസിക് കോൺസെപ്റ്റ്സിലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഡെറിവേഷൻസിലേക്കോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്കോ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ. ഞാൻ പറയുന്നത് ഇനിയുള്ള 45 ഡേയ്സിലെ പ്രിപ്പറേഷൻ്റെ കാര്യമാണ്. എവിടെയാണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അവസാനത്തെ മൊഡ്യൂളായിട്ട് പറയുന്നത് പവർ ഇലക്ട്രോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്, PLC ആൻഡ് മെഷറിംഗ് എക്യുപ്മെന്റ്സ് ആണ്. അപ്പോൾ ഇത് 10 മാർക്ക് വെയിറ്റേജ് ഉള്ള പോർഷനാണ്. നേരത്തെ ബാക്കിയുള്ള മൊഡ്യൂളുകളെ അപേക്ഷിച്ച് ഏറ്റവും ലീസ്റ്റ് വെയിറ്റേജ് ഉള്ള മൊഡ്യൂളാണ് മൊഡ്യൂൾ 6. ഇതിലെ നമ്മൾ പവർ ഇലക്ട്രോണിക് പോർഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതുപോലെ പിന്നീടുള്ള കുറച്ച് മിസലേനിയസ് ടോപ്പിക്കുകളുണ്ട്. അതായത് LED ആൻഡ് LCD ഡിസ്പ്ലേസ്, ദെൻ പ്ലാസ്മ ഡിസ്പ്ലേസ്, ദെൻ നമ്മുടെ മെഷറിംഗ് എക്യുപ്മെന്റ്സിന്റെ കുറച്ച് പോർഷൻസ്, DSO എന്താണ്, സ്പെക്ട്രം അനലൈസർ എന്താണ്, അതുപോലെ മൾട്ടിമീറ്റർ എന്താണ്, ദെൻ ഫോട്ടോ വോൾട്ടായിക് സെല്ലുകൾ, ഫോട്ടോ ഡയോഡ്, ഫോട്ടോ ഡിറ്റക്ടർ തുടങ്ങിയ മിസലേനിയസ് ടോപ്പിക്കുകളെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ഭാഗവും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിലബസ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സിലബസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇതിൽ ആദ്യത്തെ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ടും പവർ ഇലക്ട്രോണിക്സ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ദെൻ രണ്ടാമത്തെ ഈ ഒരു ഭാഗം നമ്മുടെ കുറച്ച് മിസലേനിയസ് ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ PLCs, LDRs, ഫോട്ടോ ഡയോഡ്, ഫോട്ടോ ട്രാൻസിസ്റ്റർ, ഫോട്ടോ വോൾട്ടായിക് സെൽ, ഫോട്ടോ ഡിറ്റക്ടർ, ദെൻ LED, ഒപ്റ്റോ കപ്ലർ, ദെൻ കുറച്ച് മൾട്ടിമീറ്റർ, മെഷറിംഗ് എക്യുപ്മെന്റ്സ്, CRTs, DSO, ദെൻ LED, LCD, പ്ലാസ്മ ഡിസ്പ്ലേസ്, ലോജിക് പ്രോബ്സ്, ഇങ്ങനെ കുറച്ച് മിസലേനിയസ് ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ് രണ്ടാമത്തെ പോർഷൻ. അപ്പോൾ ഈ പവർ ഇലക്ട്രോണിക്സിന്റെ പോർഷനിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ നിന്നുമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ഈ പോർഷൻസ് ഉറപ്പായിട്ടും പഠിക്കണം. കാരണം ഇതിലെ ഓരോ ഭാഗത്തു നിന്നും വേണമെങ്കിൽ ഒരു ചോദ്യം വീതം ചോദിക്കാം. കുറേ അധികം ഏരിയാസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പലതിൻ്റെയും ബേസിക്സ് ആണ് പറഞ്ഞേക്കുന്നത്. ബേസിക്സ് ഓഫ് PLCs, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LDRs, അങ്ങനെ കുറച്ച് സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു ഇൻഡെപ്ത് സ്റ്റഡിയിലേക്ക് ഈ രണ്ടാമത്തെ ഭാഗത്ത് നിങ്ങൾ പോകണ്ട. പക്ഷേ എല്ലാ ഭാഗങ്ങളും വളരെ ക്വിക്കായിട്ട് ഒന്ന് കവർ ചെയ്തിരിക്കണം. കാരണം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഏരിയയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു 5-6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പവർ ഇലക്ട്രോണിക്സ് പോർഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഓർഗനൈസ് ചെയ്യാൻ. ഈ വിഭാഗത്തു നിന്നും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ചോദിക്കില്ല എന്നല്ല, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കലിൽ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. ഒരു 60 to 70% തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അങ്ങനെ ഡെറിവേഷൻസിലേക്കും അനാലിസിസിലേക്കും ഒന്നും പോകണ്ട. ഫൈനൽ ഫോർമുലേഴ്സിലേക്കും ബേസിക് കോൺസെപ്റ്റ്സിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ടെസ്റ്റ് സീരീസിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇനി നമ്മൾ ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്തേക്കുന്നത് മൊഡ്യൂൾ 1-നാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ പവർ ഇലക്ട്രോണിക്സിനേക്കാളും വെയിറ്റേജ് ഉണ്ട്, 12 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മൾ ഇതിന് കൊടുത്തേക്കുന്നത് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന ഈ മൊഡ്യൂളിന് കൊടുത്തേക്കുന്നത് ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. അതിൻ്റെ ഒരു ബ്രീഫ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് മോസ്റ്റ്ലി തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡെറിവേഷൻസിലേക്കോ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്കോ ഒന്നും കടക്കേണ്ട കാര്യമില്ല. മേജർ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ സാധ്യത. ഇനി ഇതിന് നമ്മൾ ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനുള്ള മറ്റൊരു കാരണം, ഇതിലെ പല പോർഷൻസും ഓൾറെഡി മറ്റു മൊഡ്യൂളുകളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്.
നിങ്ങൾ ഇതിലെ ആദ്യത്തെ പോർഷൻ നോക്കുകയാണ്, ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ്. അത് നമ്മൾ ഓൾറെഡി നെറ്റ്വർക്കിന്റെ ബേസിക്സ് ഫൗണ്ടേഷൻ കോഴ്സായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നെറ്റ്വർക്കിന്റെ ബേസിക്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസിൽ പറയുന്നത്. അതുപോലെ മറ്റൊരു പോർഷൻ കൊടുത്തേക്കുന്നത് റെക്ടിഫയർ ആണ്. ഇത് നമ്മുടെ മൊഡ്യൂൾ 2 ഇലക്ട്രോണിക് സർക്യൂട്ട്സിനകത്തുള്ള ഭാഗമാണ് റെക്ടിഫയർ. ദെൻ മൈക്രോ കൺട്രോളറിനെ പറ്റി പറയുന്നുണ്ട്, ബേസിക്സ് ഓഫ് മൈക്രോ കൺട്രോളർ. ഇത് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന മൊഡ്യൂൾ 4 ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ CDMA പറ്റിയും GSM-നെ പറ്റിയും പറയുന്നുണ്ട്. അത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ മൊഡ്യൂൾ 5 ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ SMBS ഈ മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മൊഡ്യൂൾ 6 പവർ ഇലക്ട്രോണിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ്. ദെൻ LED പറ്റി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മൊഡ്യൂൾ 6 മിസലേനിയസ് ടോപ്പിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ്. അങ്ങനെ ഈ മൊഡ്യൂളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിലെ 70% പോർഷൻസും ഓൾറെഡി മറ്റു മൊഡ്യൂളുകളിൽ കവർ ചെയ്യുന്നതാണ് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന് ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത്. ഇനി ഈ മൊഡ്യൂളിൽ മാത്രമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഭാഗം സ്വിച്ചസ് ആണ്. സ്വിച്ചസ് ഈ മൊഡ്യൂളിൽ മാത്രമായിട്ടുള്ള ഭാഗമാണ്. അതുപോലെ ഇൻവെർട്ടർ ആൻഡ് UPS, ഇത് ആക്ച്വലി പവർ ഇലക്ട്രോണിക്സിന്റെ ഭാഗമാണ്, പക്ഷെ അത് പവർ ഇലക്ട്രോണിക്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഈ മൊഡ്യൂളിൽ മാത്രമായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ വേസ്റ്റ്, ഹെൽത്ത് ഹസാർഡ്സ് ഓഫ് വേസ്റ്റ്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ മുൻ വർഷങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് തന്നെ കുറവാണ്. ബാക്കി ഇതിലെ മേജർ പോർഷൻസും മറ്റു മൊഡ്യൂളുകളിൽ കവർ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് ലീസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇതിലെ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കൂടുതലായും തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇനിയുള്ള 45 ഡേയ്സ് നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാനിൽ വേണം മുന്നോട്ട് പോകാൻ. ഇങ്ങനെ നിങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ട് ഒരു പ്രോപ്പർ സ്ട്രാറ്റജിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ 45 ഡേയ്സ് മതി നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ. അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചധികം സമയം ഇനിയുള്ള 45 ദിവസങ്ങൾ ഇതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9038 പേര് മാത്രമാണ് എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു 8000 ആൾക്കാരൊക്കെ എക്സാമിന് അപ്പിയർ ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ലിസ്റ്റിലേക്ക് എത്താൻ കഴിയുന്ന ഒരു പ്രോപ്പർ പ്ലാൻ ഈ 45 ഡേയ്സിൽ ഡെവലപ്പ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഡ്രീം ജോബിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. 45 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എങ്ങനെ വേണം എന്നുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സബ്ജക്റ്റുകളെ പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ട് ഏത് രീതിയിൽ നിങ്ങൾ സബ്ജക്റ്റുകളെ പ്രയോറിറ്റൈസ് ചെയ്യണം. അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില താല്പര്യങ്ങൾ ഉണ്ടാകും. ചില സബ്ജക്റ്റുകളിൽ നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും, മറ്റു ചില സബ്ജക്റ്റുകളിൽ കൂടുതലായി ഫോക്കസ് ചെയ്യണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതേ രീതി തന്നെ ഫോളോ ചെയ്യണം എന്നല്ല, പക്ഷെ എനിവേ എന്ത് തന്നെയായാലും നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കണം. പ്രോപ്പറായിട്ട് നിങ്ങൾ സബ്ജക്റ്റുകളെ പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു കൃത്യമായ പ്ലാനോടുകൂടി വേണം ഇനിയുള്ള 45 ഡേയ്സിലെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കുകയാണെങ്കിലോ റിവൈസ് ചെയ്യുകയാണെങ്കിലോ സെലക്റ്റീവ് സ്റ്റഡി ഫോളോ ചെയ്യണം. അതായത് കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ നിൽക്കരുത്. അതായത് ഇൻ ഡെപ്ത് പ്രിപ്പറേഷനുള്ള സമയം ഇനി നമുക്കില്ല. അപ്പോൾ നിങ്ങൾ ഏത് ഏരിയയിലാണ് കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളത് എന്ന് നോക്കുക, അവിടെ തൽക്കാലം സ്കിപ്പ് ചെയ്യുക. എവിടെയാണ് നിങ്ങൾ ലാഗ് ചെയ്യുന്നത് നോക്കുക, ആ ഭാഗങ്ങളിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. റിവൈസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് റിവിഷൻ വേണം, എല്ലാ സബ്ജക്റ്റുകളും റിവൈസ് ചെയ്യണം. പക്ഷേ ഈ ഡെറിവേഷൻസിലേക്കും അനാലിസിസിലേക്കും ഒന്നും പോകണ്ട. തൽക്കാലം നിങ്ങൾ ഫൈനൽ ഫോർമുലാസും ബേസിക് കോൺസെപ്റ്റ്സും റിവൈസ് ചെയ്ത് നേരെ ടെസ്റ്റ് സീരീസിലേക്ക് വരിക. ടെസ്റ്റ് സീരീസിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ ഇനിയുള്ള 45 ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റ് സീരീസ് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ, എവിടെയാണ് നിങ്ങൾ ലാഗ് ചെയ്യുന്നത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. ആ ഒരു റിയൽ എക്സ്പീരിയൻസ് ടെസ്റ്റ് സീരീസിലൂടെ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ എല്ലാ കോൺസെപ്റ്റ്സും മനസ്സിലാക്കി എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ്, പക്ഷെ ആ സമയത്ത് കൊണ്ട് നമുക്കിത് എക്സാം ഹാളിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ യാതൊരു പ്രയോജനമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പ്രാക്ടീസ് അത്യാവശ്യമാണ്. അപ്പോൾ ടെസ്റ്റ് സീരീസ് പലരും അറ്റൻഡ് ചെയ്യുന്നത് കുറവാണ്. ടെസ്റ്റ് സീരീസിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്വസ്റ്റ്യൻസ് മാക്സിമം ആ ടൈമിനുള്ളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. എവിടെയാണോ ലാഗ് ചെയ്യുന്നത്, ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് അധികം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തതെന്ന് മനസ്സിലാക്കുക. ആ ടോപ്പിക്കിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു സെലക്റ്റീവ് സ്റ്റഡിയിലേക്ക്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു 50%ഓ 40%ഓ പോലും ആൻസർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ നിങ്ങളൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. സോ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഡെപ്ത് സ്റ്റഡിയിലേക്ക് പോകാം. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ലാഗ് ചെയ്യുന്നതെന്ന്.
അപ്പോൾ നിങ്ങൾ ഒരു ബേസിക് റിവിഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഭാഗം സെലക്ട് ചെയ്ത് അവിടെ ഒരു ഇൻഡെപ്ത് സ്റ്റഡിയിലേക്ക് പോകും. അല്ലാതെ ഫുൾ സബ്ജക്റ്റുകൾ തുടക്കം മുതൽ അവസാനം വരെ റിവൈസ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല ഇനിയുള്ള 45 ഡേയ്സ്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഈ ഒരു സ്ട്രാറ്റജിയാണ്. സബ്ജക്റ്റുകളെ പ്രയോറിറ്റൈസ് ചെയ്യുക, ദെൻ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുക, കംപ്ലീറ്റ് ആയിട്ട് വളരെ ക്വിക്കായിട്ടുള്ള ഒരു റിവിഷൻ നടത്തുക. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് സീരീസിൽ എവിടെയാണ് ലാഗ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ആ ഭാഗത്തെ വീണ്ടും തിരിച്ചു പോവുക, അവിടെ ഒരു സെലക്റ്റീവ് സ്റ്റഡി നടത്തുക, വീണ്ടും ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുക, ദെൻ വീണ്ടും ഏതൊക്കെ ഭാഗങ്ങളിലാണ് ലാഗ് ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെ ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പ്രോസസ്സായിട്ട് ടെസ്റ്റ് സീരീസുകളെ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള സമയമാണ് ഇനിയുള്ള 45 ഡേയ്സ്. എനിവേ നമുക്ക് 45 ദിവസങ്ങളുണ്ട്. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. ഈ 45 ദിവസങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റിൽ എത്തിച്ചേരാൻ കഴിയും. ഓൾ ദി ബെസ്റ്റ്.